ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 75 ഡേയ്സിൻ്റെ ബാക്കിയാണ് കേട്ടോ, കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6:45 ആകുമ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പല്ലിച്ചു. അപ്പോൾ രാവിലെ പുറത്ത് നല്ല മഴയായിരുന്നു, ഉറങ്ങാനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ എക്സാമിന് ഇനി ആകെ ഒരു മാസം, ഡിസംബറിനാണ് എക്സാം. അപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയതിനെക്കൊണ്ട് ഞാൻ ഉറങ്ങാൻ വിചാരിച്ചിട്ടും ഞാൻ വേണ്ട, പഠിക്കാമെന്ന് വിചാരിച്ച് FMH എടുത്തു. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ തന്നെ GT, ഇറിഗേഷൻ, അങ്ങനെ കുറച്ച് സബ്ജക്റ്റ്, പിന്നെ BM, BC ഇതൊക്കെ എനിക്ക് പഠിച്ച് തീർക്കാനുണ്ട്. പിന്നെ BM ഉം BC യും ഞാൻ വിചാരിച്ചു ലാസ്റ്റിലേക്ക് പഠിക്കാം, കാരണം അത് തിയറി ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റാണല്ലോ, എന്തായാലും മറന്നു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റിലേക്ക് കുറച്ച് അത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കുറച്ച് ടോപ്പിക്സാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ലാസ്റ്റിലേക്ക് പഠിക്കാം. എന്തായാലും FMH ഉം GT യും ഇറിഗേഷനും അത് മൂന്നും കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ SA MOS ഒക്കെ ഞാൻ മുന്നേ നോക്കിയിട്ടുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. അതിനത്ര ടൈം വേണ്ടി വരും തോന്നില്ല. അതുപോലെ തന്നെ RCC സ്റ്റീൽ ഇതൊക്കെ ഞാൻ ഏകദേശം എല്ലാം നോക്കി വെച്ചതാണ്. അതൊക്കെ ഒന്നുകൂടി എടുത്ത് നോക്കണം, കാരണം ഒന്നും ഓർമ്മയില്ല. അപ്പം ഇത് തീരെ ഒട്ടും നോക്കാത്ത സബ്ജക്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അതായത് FMH, അതുപോലെ തന്നെ GT, ഇറിഗേഷൻ ഞാൻ മുന്നത്തെ എക്സാമിന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ, പക്ഷേ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ മുന്നത്തെ എക്സാമിനാണ് നോക്കിയിട്ടുള്ളത്, അതുകൊണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അത് ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. ഇറിഗേഷനും ഹൈഡ്രോളജി, അതുപോലെ തന്നെ FMH, ഇത് മൂന്ന് സബ്ജക്റ്റും 10 മാർക്കിനാണ്. പിന്നെ GT വരുന്ന 10 മാർക്കിനാണ്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റും 10 മാർക്കിനാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും തീരെ പഠിച്ചിട്ടില്ല, അപ്പോൾ അത് പഠിക്കണം വിചാരിക്കുന്നുണ്ട്. എൻവിറോൺമെൻറ്റിൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനത് ആ നോട്ട് എഴുതിയെടുക്കണം. അതിനുശേഷം വേണം അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ GT മുന്നേ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധാ പോലെയല്ല, ഒരു അവസ്ഥ മാതിരി ഒന്നും ഓർമ്മയില്ല. പക്ഷേ അതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂമറിക്കൽസും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ FMHൽ മൊത്തത്തിൽ 16 ചാപ്റ്ററാണുള്ളത്. അതിൽ ഇന്നലെ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇന്ന് ഞാൻ ഏകദേശം ഒരു 6 ചാപ്റ്റർ, അങ്ങനെ ടോട്ടൽ 10 ചാപ്റ്ററെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓരോ ചാപ്റ്ററിൻ്റെയും തിയറി പോർഷൻസ് മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരുമിച്ചാണ് എല്ലാ ചാപ്റ്ററിനും കൂടി ന്യൂമറിക്കൽസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇക്വേഷൻസിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു നോട്ട്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽസും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഏകദേശം ഒരു 6 ചാപ്റ്റർ എന്തായാലും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കും. ന്യൂമറിക്കൽസ് ഇന്ന് ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ പകുതിയെങ്കിലും ന്യൂമറിക്കൽസ് ഞാൻ കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബാക്കി തിയറി പോർഷൻസ് പഠിച്ചിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതേമാതിരി സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് സ്റ്റഡി വ്ളോഗ് ആയിരിക്കും ഞാൻ. അപ്പോൾ ഓക്കെ, ബൈ.